പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ വിലപിടിപ്പുള്ള സംശയങ്ങളും അതേപോലെ തന്നെ അറിവ് നേടാനുള്ള ചോദ്യങ്ങളും ധാരാളം വ്യക്തികൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അവയ്ക്കെല്ലാത്തിനും മറുപടി പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ധർമ്മം, ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എല്ലാ പ്രകാരത്തിലും പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങൾ അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും, സനാതനധർമ്മത്തിന് എതിരെ നടക്കുന്ന കാര്യങ്ങൾ അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും, അതേപോലെ തന്നെ രാഷ്ട്രത്തോടും ധർമ്മത്തോടും ബഹുമാനമുണ്ട് എന്ന് കാണിക്കുന്ന പ്രവൃത്തികൾ പുറത്ത് ചെയ്യുകയും അകത്ത് അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുക, പഠിപ്പിക്കുക, കൂടാതെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുക. ആ പൈതൃകം നശിക്കാതെ, തളരാതെ, തകരാതെ, വരളാതെ ഇരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുക. അതിനുവേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ, സന്ദേശങ്ങൾ, പഠന വിവരണങ്ങൾ യൂട്യൂബിലൂടെ നിരന്തരം നിങ്ങളിലെത്തിക്കുന്നത്. ഒരു മതത്തോടോ ഒരു വിഭാഗം ജനതയോടോ ഒരു എതിർപ്പുമില്ല, അവരോടൊന്നും ഒരു വാശിയും ഒരു പകയും ഒരു വിദ്വേഷവുമില്ല. പക്ഷേ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിനെതിരെ നന്മ തീരെയില്ലാതെ തിന്മ മാത്രമുള്ള രീതിയിൽ നിരന്തരം പ്രവർത്തിക്കുന്നവർക്കെതിരെ പറയേണ്ടതും അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കേണ്ടതും ഒരു ധർമ്മം മാത്രമാണ്. ഒരാൾ ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ അയാൾക്കും ശിക്ഷ ലഭിക്കും, അതിന് കൂട്ടുനിൽക്കുന്നവർക്കും ശിക്ഷ ലഭിക്കും, അതിനെ പ്രോത്സാഹിപ്പിച്ചവർക്കും ശിക്ഷ ലഭിക്കും, അതിനെതിരെ പ്രവർത്തിക്കാത്തവർക്കും പ്രതികരിക്കാത്തവർക്കും ശിക്ഷ ലഭിക്കും. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആ കൊലപാതകത്തിനെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അവരത് തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർക്കെല്ലാവർക്കും ശിക്ഷയുടെ പ്രതിപട്ടികയിൽ ഒരു സ്ഥാനം ഉണ്ടാവും. അത് മാത്രമാണ് ഞാനും ചെയ്യുന്നത്. സനാതനധർമ്മം അറിഞ്ഞോ അറിയാതെയോ ഭാരതത്തിൽ കൊല ചെയ്യപ്പെടുന്നു. 1-ാമത്തെ സഹസ്രാബ്ദം യൂറോപ്പും ഇംഗ്ലണ്ടും മതപരിവർത്തനം ചെയ്തു. 2-ാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കൻ കോണ്ടിനെന്റും ഓസ്ട്രേലിയയും മതപരിവർത്തനം ചെയ്യപ്പെട്ടു. 3-ാമത്തെ സഹസ്രാബ്ദം വത്തിക്കാനിലെ പോപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികളും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളും ഈ സനാതന ധർമ്മത്തിലെ ഏതാണ്ട് 85 കോടി ജനതയെ പരിപൂർണമായിട്ട് മതപരിവർത്തനം ചെയ്യാനുള്ള ഒരു യജ്ഞം പോലെയുള്ള ഒരു ദുഷ്കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 99% ഹിന്ദുക്കളും അത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഒരു ധാരണയുണ്ട്, നമ്മൾ മറ്റു മതത്തിനെ കുറിച്ച് എന്തിനാ പറയുന്നത്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ. നമ്മുടെ ധർമ്മം എന്നുള്ളത് നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ധർമ്മം എന്നുള്ളത് ഉണ്ട് എങ്കിൽ അതിന് കാരണം 10,000-കണക്കിന് വ്യക്തികൾ കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ്. അനവധി വ്യക്തികൾ ക്രൈസ്തവ ഭരണത്തിൻ്റെ കീഴിൽ, അനവധി വ്യക്തികൾ ക്രൈസ്തവ ഭരണത്തിൻ്റെ കീഴിൽ ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ക്രൂരമായ പീഡനത്തിനും വിധേയമായിട്ടുണ്ട്. അതേതാണ്ട് 200 വർഷം നീണ്ടുനിന്ന പീഡനമായിരുന്നു. അതിനു മുമ്പ് 700 വർഷത്തോളം മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ സനാതനധർമ്മത്തിൻ്റെ അനുയായികളും ആരാധകരും അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന് ഭാരത ചരിത്രത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാനമില്ലാതെ പോയത് നെഹ്റു കാരണമാണ്. ഈ നാട്ടിലെ ജനത അനുഭവിച്ച വേദന അതിഭീകരമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുന്ന
വ്യക്തികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പേര് കൊടുത്തതുപോലെ ഈ കവടിയാർ പാലസിലെ രാജാവിനെതിരെ പ്രവർത്തിച്ച അക്കാമയെ പോലെയുള്ളവരെയും സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി. കവടിയാർ കൊട്ടാരത്തിൽ ഒരു രാജാവിനെതിരെ പ്രവർത്തിച്ച അക്കാമയും ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ദുഃഖകരമായ വസ്തുത അതാണ്. അതായത് രണ്ട് മതവിഭാഗങ്ങളും ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ മൂന്നാമത്തെ സനാതന ധർമ്മ വിഭാഗത്തിൽപ്പെട്ടവർ അറിയുന്നില്ല. അവരെ അറിയിക്കണ്ടേ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവരും അത് കണ്ടില്ലെന്ന് നടിക്കുന്നവരും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുന്നവരെല്ലാവരും ശിക്ഷ അർഹിക്കുന്നത് പോലെ തന്നെയാണ്. ഇതെല്ലാം ഭാരതമെമ്പാടും നടന്ന് കാണാനും നേരിട്ട് കേൾക്കാനും അറിയാനും ദൗർഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഭാരതത്തിലെമ്പാടും യാത്ര ചെയ്യുമ്പോഴും ഭാരതത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോഴുമെല്ലാം ഞാനിത് കാണാറും കേൾക്കാറുണ്ട്. ഇന്നലെ രാത്രി ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിരുന്നു. സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു വ്യക്തി സനാതന ധർമ്മത്തെ കൊല ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഓസ്ട്രേലിയയിലെ അവരുടെ അനുഭവം വെച്ച് അവരെന്നെ അറിയിക്കുകയുണ്ടായി. സക്കീർ നായിക്കിൻ്റെ അനുയായികൾ ഹിന്ദു ധർമ്മത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഹിന്ദു ദൈവ സങ്കല്പങ്ങളും എല്ലാം അള്ളാഹുവും മുഹമ്മദ് നബിയുമാണെന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഖുർആനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ശരിക്കു പറഞ്ഞാൽ ഇത്രയും നീചമായ രീതിയിൽ സനാതന ധർമ്മത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് അവർ വേദനയോടുകൂടി എന്നെ അറിയിച്ചത്. ഞാൻ ഈ കർമ്മമണ്ഡലത്തിലുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും എന്നെ അറിയിക്കുക. മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് അറിയിക്കുകയുണ്ടായി. ഇന്നലെ വരെ ഹിന്ദു ആയവരുടെ വീട്ടിൽ ഒരു ക്രിസ്തുവിൻ്റെ പടം കൊടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞ് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ദൈവത്തിന് മറ്റേ ദൈവത്തിൻ്റെ ഫോട്ടോ ഉള്ളത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ ആരാധിച്ചിരുന്ന സാത്താനായ കൃഷ്ണനെയോ രാമനെയോ ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടുപോയിട്ട് രാത്രി വെച്ചിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ അമ്പലത്തിലുള്ള ഏതെങ്കിലും മരത്തിൽ കെട്ടി തൂക്കുക, അപ്പം നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പാവപ്പെട്ട ഹിന്ദുക്കളെയാണ് ബാംഗ്ലൂർ സമീപ പ്രദേശത്ത് മതപരിവർത്തനം നടത്തുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് മുമ്പുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ നാടിനെതിരെയും ധർമ്മത്തിനെതിരെയും നടക്കുന്നത് എന്തെല്ലാമാണെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയും അതേപോലെ CBIയും റോയും എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും അറിയാവുന്നതാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഏതോ വോട്ടിൻ്റെയോ അധികാരത്തിൻ്റെയോ അവരുടെ ഉരുക്കുമുഷ്ടിയുടെ യൂണിറ്റിയുടെയോ എല്ലാം പേരിൽ എല്ലാവരും സൈലൻ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാളെങ്കിലും കുറച്ച് ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയെങ്കിലും ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കാനുള്ള ദൗത്യം മാത്രമാണ്. വേറെ ഗോപാലകൃഷ്ണന് ഹിഡൻ അജണ്ട ഒന്നുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് കടക്കാം. എനിക്കിന്ന് പറയാനുള്ളത് SNDP യോഗ അംഗങ്ങളോടുള്ള ഒരു സന്ദേശമാണ്. ശരിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഒരു ഹൈന്ദവ വിഭാഗം ജനതയുടെ ഇത്രയും ഉജ്ജ്വലനായ ഒരു നേതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ സാധിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശന് ഇന്ന് കേരളത്തിൽ ഭാരതത്തിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം അത് പലതും വെട്ടി തുറന്ന് പറയാറുമുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും ഏതാനും മണിക്കൂറുകൾ സംസാരിക്കാനും എല്ലാം ഭാഗ്യം കിട്ടിയ ഞാൻ അദ്ദേഹത്തിനോട് അറിയിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും നമ്മുടെ പൈതൃകമായ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ രാമായണമോ മഹാഭാരതമോ വേദമോ അല്ലെങ്കിൽ നമ്മളുടെ ഓംകാരമോ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മളാണെങ്കിൽ നിങ്ങൾ ചിന്മയ മിഷനിൽ പോയാലും സായിബാബയുടെ അവിടെ പോയാലും വള്ളിക്കാവിൽ പോയാലും അതേപോലെയുള്ള നാരായണ ഗുരുദേവൻ്റെ ആശ്രമങ്ങളിൽ എവിടെ പോയാലും വിദേശത്തു നിന്ന് വന്ന കാവയും വിദേശത്തു നിന്ന് വന്ന ചന്ദ്രക്കലയും നക്ഷത്രവും വിദേശത്തു നിന്ന് വന്ന യേശുക്രിസ്തുവും കുരിശും വിദേശത്തു നിന്ന് വന്ന ഖുറാനും ബൈബിളും നമ്മൾ സ്വീകരിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ നടേശൻ സാറേ. അങ്ങക്കറിയോ നമ്മുടെ പൈതൃകത്തിന്റെ ഒന്നും ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ന്യൂനപക്ഷ അവകാശവും സ്വീകരിച്ച് ഇവിടെ എല്ലാ സുഖവും അനുഭവിച്ച് ഇവിടെ മരിക്കുന്നവര് ഈ നാടിൻ്റെ അവകാശികളല്ലാത്ത പോലെ ജീവിക്കുന്നു. അവര് നമ്മുടെ പൈതൃകം സ്വീകരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ അവരുടെ ഈ കാവയും ചന്ദ്രക്കലയും നക്ഷത്രവും അവരുടെ കുരിശും അവരുടെ യേശു ക്രിസ്തുവിനെയും നാരായണ ഗുരുദേവന്റെ ആശ്രമങ്ങളിൽ വെക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അന്ന് നടേശൻ സാർ ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞൊരു വരി ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഡോക്ടർ പൊക്കോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. മഹാഭാഗ്യം ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു. ഗുരുദേവന്റെ ആശ്രമങ്ങളിൽ നിന്നും ഗുരുദേവന്റെ പ്രതിമകളുടെ ചുറ്റും നിന്നും കുരിശും കാവയും അദ്ദേഹം മാറ്റി. വേറൊന്നുമല്ല, ഒരു മതത്തോടും എതിർപ്പുണ്ടായിട്ടല്ല അദ്ദേഹം അത് ചെയ്തത്. ഈ നാട്ടില് ജനിച്ചു വളരുന്ന ഈ ന്യൂനപക്ഷക്കാര് ഇവിടത്തെ പൈതൃകം സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഇന്നും അവർ വിളക്ക് കത്തിക്കില്ല. ഇവിടെ വേദമന്ത്രങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പെന്തക്കോസ്ത് വിഭാഗക്കാർ ഓടിപ്പോകും. അതേപോലെ അമ്പലത്തിലേക്ക് പോകരുതെന്ന് പള്ളിയിൽ നിന്ന് നിർദ്ദേശമാണ്. അമ്പലത്തിലെ പ്രസാദം സ്വീകരിക്കരുതെന്ന നിർദ്ദേശമാണ്. ഏത് ഹിന്ദുവിനെ വിവാഹം കഴിക്കുകയാണെങ്കിലും ആദ്യം വിവാഹം ചെയ്യേണ്ടത് പള്ളിയിൽ വെച്ചിട്ടാണ്. പള്ളിയിലെ രജിസ്റ്ററിൽ രണ്ടുപേരും ക്രിസ്ത്യാനിയാണെന്ന് എഴുതിയതിന് ശേഷമേ പിന്നെ വേണമെങ്കിൽ അമ്പലത്തിൽ ചെന്ന് താലി കെട്ടാവുന്ന നിർദ്ദേശമാണ്. ഇതൊന്നും ഹൈന്ദവ ജനത അറിയണില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇത് മനസ്സിലായി. അദ്ദേഹം അത് മാറ്റേണ്ടായി. അടുത്ത കാലത്ത് അതിശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ലവ് ജിഹാദിൽപ്പെട്ടവര് ഈഴവരാണെന്ന് പറയേണ്ടായി. അതേപോലെ അവർ എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ ലവ് ജിഹാദിൽപ്പെട്ട പെൺകുട്ടികൾ എന്ന് പറയേണ്ടായി. ഇതെല്ലാം ശരിക്കും എണ്ണി പറയുകയാണെങ്കിൽ 1 മണിക്കൂർ വെള്ളാപ്പള്ളി നടേശന്റെ വീക്ഷണത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയുന്നു, 10, 400, 500 സദസ്സുകളിൽ SNDP യോഗങ്ങളിൽ പ്രഭാഷണം നടത്താൻ ജഗദീശ്വരൻ അനുഗ്രഹം എനിക്കുണ്ടായി. നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കാനും പുസ്തകം എഴുതാനും ബ്രോഷറുകൾ അടിച്ച് വിതരണം ചെയ്യാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നു, നാരായണ ഗുരുദേവൻ ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലും ധനുവച്ചപുരത്തും പാറശാലയിലും അനവധി സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഈഴവര് ചതിയിൽപ്പെട്ട് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈഴവര് ആയി നിന്നുകൊണ്ട് SNDP അംഗത്വം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായവരെ SNDP അംഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നാരായണ ഗുരുദേവൻ അദ്ദേഹം നടന്ന സന്ദേശം കൊടുത്ത് ഓരോ ഇടത്തും ചെന്ന് ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പ്രതിഷ്ഠകൾ മാറ്റിയിട്ട് അവിടെ കുരിശ് വെച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണ തിരുവിതാംകൂറില് ആ കുരിശെല്ലാം മാറ്റിയിട്ട് അവിടെ പൂർവികരായ ദേവതമാരുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഗുരുദേവൻ വ്യക്തമായി ചെയ്തത് പല പുസ്തകങ്ങളിലും എഴുതാതെ പോയിട്ടുണ്ട്. എനിക്ക് SNDP അംഗങ്ങളോട് പറയാനുള്ളത്, ഈഴവ സമുദായത്തിൽ നിന്ന് ആരെല്ലാമാണോ മതം മാറി മറ്റു മതത്തിലേക്ക് പോയിരിക്കുന്നത് അവരെ തിരിച്ചു കൊണ്ടുവരണം. ഒരു ശുദ്ധികലശവും നടത്തേണ്ട ആവശ്യമില്ല, ഒരു ഗണപതി ഹോമവും നടത്തേണ്ട ആവശ്യമില്ല. അവരെവിടെ നിന്നാണോ അറിയാതെ ചതിയിലും വഞ്ചനയിലും പെട്ട് അപ്പുറത്തേക്ക് പോയത് അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് പ്രകൃതിയുടെ, ധർമ്മത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ മൂല്യങ്ങളുടെ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും മതം മാറിയാൽ അവനെ ഒന്നില്ലെങ്കിൽ പടിയടച്ച് പുറത്താക്കും, അതല്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടില്ല. ഇതെല്ലാം നടക്കുമ്പോൾ നമ്മൾ സനാതന ധർമ്മത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഒരാളാണ് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണില്ല. അപ്പുറത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 2 കൈയും നീട്ടി ഇത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് പുറത്താക്കുന്നവരെ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറിനോടും SNDP യോഗാംഗങ്ങളോടും കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും പ്രവർത്തിക്കുന്ന നാരായണ ഗുരുദേവന്റെ ആരാധകരോടും ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും, നമ്മളുടെ ബന്ധുക്കളിൽ നിന്ന് ആരെങ്കിലും, നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഘടനാ ബലവും ഇത്രയും സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന് ആഹ്വാനം ചെയ്ത അവതാരമായ നാരായണ ഗുരുദേവന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും അപ്പുറത്തേക്ക് ഇനി പോകാനും പാടില്ല, പോയവരെ ഇപ്പുറത്ത് കൊണ്ടുവരാതിരിക്കാനും പാടില്ല.
അത്രയും സംഘടിതമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളുള്ള കഴിവുള്ള ചങ്കൂറ്റമുള്ള ഒരു സമുദായം സംഘടന ഇതാണ് SNDP. ആ SNDP യോഗത്തിലെ ഓരോ അംഗവും അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ ബന്ധുക്കള്, അവരുടെ കൂട്ടുകാര്, അവരുടെ ഇഷ്ടത്തിൽപ്പെട്ടവര് അപ്പുറത്തേക്ക് മതം മാറി പോയിട്ടുണ്ടെങ്കിൽ ഒരു ധർമ്മം എന്നുള്ള രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം. മാത്രമല്ല ഏത് ക്രിസ്ത്യാനിക്കും ഏത് മുസ്ലിമിനും SNDP യോഗത്തിന്റെ SNDP വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേത്രങ്ങളിലേക്ക് വരാൻ ഒരു തടസ്സവുമില്ല. സവർണരുടെ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും പ്രവേശിപ്പിച്ചില്ല എന്ന് വരും. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച, നേരിട്ട് സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ച 27 ക്ഷേത്രങ്ങൾ, ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാപിച്ച 10, 13, 14 ക്ഷേത്രങ്ങൾ, പിന്നെ ആരാധകർ സ്ഥാപിച്ച 100 കണക്കിന് ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിലേക്ക് ക്രൈസ്തവരെയും ഇസ്ലാം മതത്തിൽപ്പെട്ടവരെയും കൊണ്ടുവരണം. ധാരാളം ക്രൈസ്തവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും സനാതന ധർമ്മത്തിന് ഭയങ്കരമായിട്ട് ആകൃഷ്ടരായിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാനോ ക്ഷേത്രത്തിലേക്ക് പോകാനോ അവസരമില്ല. അതുണ്ടാക്കി കൊടുക്കേണ്ടത് SNDP യോഗത്തിൽപ്പെട്ടവരും കൂടിയാണ്. ഞാൻ അടുത്ത കാലത്ത് തൃപ്പൂണിത്തുറയിൽ ഒരു പള്ളിയിൽ പോവുകയുണ്ടായി. രാവിലെ 6:10 ഞാൻ അവിടെ കയറിയിരുന്നു. 2 ഞായറാഴ്ച മുമ്പ് 6:10 ഞാൻ അവിടെ കയറി 7:15 വരെ ഞാൻ ആ പള്ളിയിൽ നിന്നിരുന്നു. അവിടെ മുഴുവൻ നിന്നപ്പോൾ ഞാൻ കണ്ടത്, ഈ രാവിലെ ഞായറാഴ്ച ഈ 1 മണിക്കൂർ സമയം ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും നിന്നത് ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആ പള്ളിയിൽ വളരെ വയസ്സായ 60, 70, 75 വയസ്സായിട്ടുള്ള ഒരു 10-40 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി മാത്രം ചുരിദാറിട്ട് അകത്ത് ചെറിയൊരു പെൺകുട്ടിയുണ്ട്, വലിയ പ്രായമില്ലാത്ത കുട്ടി. പുറത്ത് ഒരു പയ്യനും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം വൃദ്ധരാ. ഞാൻ വെറുതെ അവിടുത്തെ ക്രിസ്ത്യാനികളോട് ചോദിച്ചു, എന്താ ചെറുപ്പക്കാരും വരാത്തതെന്ന്. അവർ ഉത്തരം പറഞ്ഞത്, കാലം മാറിയില്ലേ സാറേ, അവർക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ധാരാളം പേര് വരാറുണ്ടല്ലോ എന്ന്. അതിനൊക്കെ അവർക്ക് താല്പര്യമുണ്ട്, ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞത് ഞാൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യമാണ്. ഈ ബൈബിളിലെ സന്ദേശങ്ങളും ഇവർ ചെയ്യുന്ന കർമ്മങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതാണെന്ന് ആ സമുദായം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പല ചാനലുകളിലും നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ധാരാളം സന്ദേശങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണെന്നും മാത്രമല്ല അത് മാത്രമേ അനുശാസിക്കാവൂ എന്ന് അത് പറയുന്നവർ പറഞ്ഞിട്ടുമില്ല. ദൈവത്തെ ഭയപ്പെടുത്തിയിട്ട്, ദൈവത്തിൻ്റെ ശാപം ഭയപ്പെട്ട്, അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നുമല്ല നമ്മുടെ സന്യാസിമാർ സംസാരിക്കാറുള്ളത്. ആ ദൈവം എന്നൊരു പ്രതിഭാസത്തെ വെച്ചുകൊണ്ട് കളിക്കുന്ന സുവിശേഷങ്ങൾ കേട്ടതിന് ശേഷം ഈ സ്വാമിമാരുടെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിലും ഇസ്ലാമിക സമുദായത്തിലും പെട്ടവർക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് യാഹൂവിലും ഗൂഗിളിലും യൂട്യൂബിലും അതേപോലെയുള്ള CD-കളായും പുസ്തകങ്ങളായും നല്ല രീതിയിൽ ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ SNDPയിലെ അംഗങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരും ഭാരവാഹികളും മുൻകൈയെടുത്ത് ആ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ ആരെയെല്ലാം പുറത്താക്കിയിട്ടുണ്ടോ അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരണം സമുദായത്തിലേക്ക്. അതൊരു ആഘോഷപൂർവമാക്കണം, ആഡംബരപൂർവമാക്കാനും പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാറില്ലേ നമ്മൾ? ഏത് കൊലപാതകിയെ പോലും ജീവപര്യന്തം തടവെന്ന് വെച്ചാൽ മരണം വരെയുള്ള തടവെന്നല്ല അർത്ഥം. 10-12 വർഷം കഴിഞ്ഞ അയാളുടെ ജീവപര്യന്തം കഴിഞ്ഞു, തിരിച്ചയാൾ നോർമൽ ലൈഫിലേക്ക് വരും. അറിഞ്ഞോ അറിയാതെയോ ചതിയിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാശിന് വേണ്ടിയിട്ടോ പൊസിഷന് വേണ്ടിയിട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം വെള്ളാപ്പള്ളി നടേശൻ സാർ നയിക്കുന്ന SNDP യൂണിയനിലെ ഓരോ ഭാരവാഹിക്കും, ഓരോ കുടുംബത്തിനും, ഓരോ വ്യക്തിക്കുമുണ്ട്. സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞിരിക്കുന്നത് സമുദായത്തിൽപ്പെട്ടവരെ, സനാതന ധർമ്മത്തിൽപ്പെട്ടവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള സംഘടനയായ SNDP യോഗത്തിനോടും യോഗാംഗങ്ങളോടും ഒരു ദൂരെ മാറി നിന്ന് ഗുരുദേവന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ പറയുന്നു. ആ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ജനതയ്ക്കും എത്തിക്കണം.
ഈ ധർമ്മത്തിൽ നിന്ന് ആരെല്ലാമാണോ അപ്പുറത്തേക്ക് പോയവര് അവരെ തിരിച്ചു കൊണ്ടുവരികയും വേണം. ഇതേപോലൊരു സന്ദേശം NSSകാരോടും നാടാർ സമൂഹത്തിൽപ്പെട്ടവരോടും ധീവര സമുദായത്തിൽപ്പെട്ടവരോടും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും. അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുമുണ്ടാവും. അവർക്കും ഈ സന്ദേശം ഇതേപോലെ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ കേൾക്കണം. എല്ലാവരെയും സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. 2020 ഭാരതത്തിൻ്റെ പാർലമെന്റ് സമ്മേളനം ബൈബിള് വായിച്ചിട്ടായിരിക്കും തുടങ്ങുക എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് നടക്കുന്ന ബിഷപ്പുമാർ ഇവിടെ ഉണ്ട്. ഭാരതീയ പൈതൃകത്തിലെ പലതും പള്ളിയിലേക്കും അവരുടെ വീട്ടിലേക്കും അവരുടെ ജീവിതചര്യയിലേക്കും സ്വീകരിച്ചു. ഞങ്ങളും ഭാരതീയരാണ്, ഞങ്ങൾ സനാതന ധർമ്മത്തെ ബഹുമാനിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം അവരെടുത്ത് അത് അവരുടേതാണെന്നാക്കി തീർക്കാനും നമ്മൾ ഹിന്ദു ധർമ്മത്തിന് എതിരല്ല എന്ന് വരുത്താനും പുറത്ത് കുറേ പ്രകടനങ്ങളും അകത്ത് നേരെ ഓപ്പോസിറ്റും ചെയ്യുന്നതിനെതിരെ നമുക്ക് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഈ മഹായജ്ഞം ഏറ്റെടുക്കാം. പ്രണാമം.